Hi 10th, welcome back to my channel. So, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ കുട്ടികൾക്കും 10th ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു ചെയ്തത്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അവർ പ്രാക്ടീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം ഇന്നും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഓരോ 10 കുട്ടികളും ചെയ്ത് നോക്കേണ്ട ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളതിനെ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കുന്നു, ഫിഗർ വരച്ച് നമ്മളത് എങ്ങനെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെ ചിന്തിക്കണം എന്നുള്ള രീതിയിൽ ഉള്ളൊരു ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രം വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം 10th കുട്ടികളിലോട്ട് ഇത് എത്തിക്കുക. ഇനിയും പ്രോബ്ലംസ് ഞാൻ ചെയ്യും. ഇതിപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, രണ്ട് മൂന്ന് ക്വസ്റ്റ്യനെ ഞാൻ ചെയ്തു വന്നുള്ളൂ. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യും. സോ ജസ്റ്റ് വാച്ച് ദ വീഡിയോ ആൻഡ് try to learn the problem. Okay. So this is the question which I have mentioned. See, let me read the question. A conical vessel of radius 6 cm and height 8 cm is completely filled with water. A sphere is lowered into water and its size is such that when it touches the sides it is just immersed. What fraction of water flows? So this is your question. സോ ഇത് ആദ്യമായി വായിക്കുന്ന കുട്ടികൾക്ക് പല സംശയം ഉണ്ടാവും, ഇത് വലിയ ക്വസ്റ്റ്യനാണ്, ഇത് ബുദ്ധിമുട്ടാണെന്നുള്ളത്. പക്ഷേ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഇതാണ്: എ കോണിക്കൽ വെസൽ, ഒരു കോണാകൃതിയിലുള്ള ഒരു പാത്രമുണ്ട്, അതിൻ്റെ റേഡിയസ് ഈസ് ഗിവൺ ആൻഡ് ഹൈറ്റ് ഓൾസോ ഗിവൺ, ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ. അതിൽ മൊത്തം നിറയെ വെള്ളമാണ്, അതിൻ്റെ വക്ക് വരെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഓക്കെ. എ സ്ഫിയർ, ഒരു സ്ഫിയർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ഫിയർ എടുത്തിട്ട് ആ കോണിൻ്റെ ഉള്ളിലോട്ട് ഇറക്കുന്നു. ഒരു സ്ഫിയർ എടുത്തിട്ട് ഈ പറഞ്ഞ കോണിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ആ സ്ഫിയറിനെ ഇറക്കുന്നു ഇൻ ടു ദ വാട്ടർ ആൻഡ് ഇറ്റ് സൈസ് ഈസ്, ആ സ്ഫിയറിൻ്റെ സൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ച് ദാറ്റ് വെൻ ഇറ്റ് ടച്ചസ് ദ സൈഡ്സ് ഇറ്റ് ഈസ് ജസ്റ്റ് ഇമേജ്ഡ്. അതായത് ഈ സ്ഫിയറിന് ഒരു സൈസ് ഉണ്ടാവുമല്ലോ, ആ സ്ഫിയറിൻ്റെ സൈസ് ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ആ സ്ഫിയർ കോണിലോട്ട് ഇറക്കുമ്പം ആ സ്ഫിയർ ചെന്നിട്ട് കോണിൻ്റെ സൈഡുകളിൽ തട്ടുന്ന ആ സമയത്ത് സ്ഫിയർ പൂർണ്ണമായി മുങ്ങും. ആ രീതിയിലാണ് സ്ഫിയറിൻ്റെ സൈസ് ഉള്ളത്. അത് ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതായത് ഒരു കോണിൻ്റെ ഉള്ളിലോട്ട് സ്ഫിയർ ഇങ്ങനെ ഇറക്കുന്നു, അപ്പോൾ സ്ഫിയർ കോണിൻ്റെ സൈഡുകളിൽ പോയി തട്ടുന്ന സമയത്ത് സ്ഫിയർ പൂർണ്ണമായി മുങ്ങുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് ഇമേജ്ഡ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട്? അപ്പം എന്തായാലും കുറച്ച് വെള്ളം പുറത്തു പോകും സ്ഫിയർ അതിലോട്ട് ഇറക്കുമ്പം. അപ്പോൾ എത്രമാത്രം വെള്ളമാണ് പുറത്തു പോകുന്നത്? എത്രമാത്രം വെള്ളം എന്നല്ല, വാട്ട് ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ എത്ര ഭാഗമാണ് പുറത്തു പോകുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ചിന്തിക്കാം. വാട്ട് ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വെള്ളമാണ്, എത്രമാത്രം ആ പൂർണ്ണ വെള്ളത്തിൻ്റെ എത്ര ഭാഗമാണ് പുറത്തു പോകുന്നതെന്ന്. അതായത് എത്രയാണോ കോണിൻ്റെ വോളിയം, എത്രയാണോ സ്ഫിയറിൻ്റെ വോളിയം അത്രയും വെള്ളം പുറത്തു പോകും. നമുക്കറിയാം, ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമാണ്, അതിലോട്ട് കുറച്ച് കല്ലിങ്ങനെ പെറുക്കിയിടുമ്പോൾ നമ്മൾ എന്താണ്, ബക്കറ്റിൽ നിറയെ വെള്ളം വെച്ചിട്ട് കുറേ കല്ല് പെറുക്കിയിട്ട് വെള്ളം പുറത്തു പോകും. കാരണം എന്താ, ഈ കല്ലിന് ഒക്യുപ്പൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു സ്പേസ് കല്ല് ആ കപ്പിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യും. അതായത് കല്ലിന് എത്രമാത്രമാണോ വോളിയം അത്രയും വെള്ളം കല്ല് പുറത്തോട്ട് തള്ളും, എങ്കിലേ കല്ലിന് അവിടെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്താണോ ഉള്ളിലോട്ട് ഇറക്കുന്നത് അതിൻ്റെ അത്രയും വോളിയം ഓഫ് വാട്ടർ വിൽ കം ഔട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഫ്ലോസ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോളിയം ഓഫ് ദ സ്ഫിയർ, ഇസ്ൻ്റ് ഇറ്റ്? സ്ഫിയറാണ് നമ്മൾ ഇറക്കുന്നത്, അപ്പം അത് ആ സ്ഫിയറിൻ്റെ വോളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ഏതാണ് ഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു എത്രമാത്രം വെള്ളം പുറത്തു പോകുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. സ്ഫിയറിൻ്റെ വോളിയം എത്രയാണോ അത്രയും മാത്രം വെള്ളം പുറത്തു പോകും. അതിൻ്റെ ഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വെള്ളമാണോ പുറത്തു പോകുന്നത് ഡിവൈഡഡ് ബൈ ടോട്ടൽ അതിൽ എത്രമാത്രം വെള്ളം ഉണ്ടായിരുന്നു. അതായത് വോളിയം ഓഫ് സ്ഫിയർ ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയമാണ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടത്. ഇപ്പം നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കേക്കിൽ നിങ്ങൾ കുറേ പീസുകളായിട്ട് ആ കേക്കിനെ നിങ്ങൾ മുറിക്കുന്നു. കുറേ പീസുകളായിട്ട് നമ്മൾ ആ കേക്കിനെ മുറിക്കുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് അതിലൊരു പീസ് നിങ്ങൾ എടുക്കുകയാണ്. ഉദാഹരണത്തിന് 10 പീസ് ഉണ്ടായിരുന്നു, ഒരു പീസ് നിങ്ങൾ എടുത്തെങ്കിൽ നിങ്ങൾ എടുത്ത പീസിൻ്റെ ഭാഗം എത്രയാണ്? 1/10. ടോട്ടൽ 10 പീസിൽ ഒരു പീസ് എടുത്തു. അതുപോലെ തന്നെയാണ് എത്രമാത്രം വെള്ളം പുറത്തു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇറക്കുന്ന ആ സാധനത്തിൻ്റെ വോളിയം, അതായത് സ്ഫിയറിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എന്നുള്ള രീതിയിലാണ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉത്തരം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചുരുക്കം പറഞ്ഞാൽ സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ടോട്ടൽ വോളിയം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏതിലാണ് വെള്ളമുള്ളത്? കോണിക്കൽ വെസലിൽ. അപ്പോൾ കോണിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ ടോട്ടൽ വോളിയം ആവും. കോണിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല 1/3 πr² ആണ്. പക്ഷേ സ്ഫിയറിൻ്റെ വോളിയം നമുക്ക് വേണം. കാരണം എന്താണ് ഞാൻ പറഞ്ഞത്? സ്ഫിയറിൻ്റെ വോളിയം ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയമാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ഫിയറിൻ്റെ വോളിയം കാണാൻ 4/3 πr³ ആണ്. പക്ഷേ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഈസ് നോട്ട് മെൻഷൻ ഹിയർ. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആലോചിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോബ്ലം എക്സ്പ്ലോർ ചെയ്യുന്നതിനായിട്ടൊരു ഫിഗർ വരയ്ക്കുന്നു. ഷാൾ ബി? ഇവിടെ ഒരു കോണിക്കൽ വെസലാണ് പറഞ്ഞേക്കുന്നത്. സോ ഒരു കോണിക്കൽ വെസൽ നമുക്ക് ആദ്യം വരയ്ക്കാം. എന്താ ഒരു കോണിക്കൽ വെസൽ ഞാൻ വരയ്ക്കുന്നു. Its radius is given as 6 cm. So let me mark the radius of this cone as 6. This is what is radius of the cone. Let me mark the radius of the cone as some r1. R1 is equal to 6. It is given that r1 is equal to 6. Any problem? And one more thing is given. Height of the cone is given as 8 cm. Let me mark this as height. So this is the height of the cone. Okay. This is the height of the cone. It is given as 8 cm. Okay. So it is completely filled with water. So this shading stands for the water. It is completely filled with water. And what we are going to do is we are going to drop a sphere in this. We are going to drop a sphere in this. ആ സ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ്? ആ സ്ഫിയർ ഇതിൻ്റെ ഈ കോണിൻ്റെ വശങ്ങളിൽ മുട്ടുമ്പോഴേക്കും ആ സ്ഫിയർ ഈ വെള്ളത്തിലോട്ട് പൂർണ്ണമായും താന്നിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെ വരയ്ക്കണം എന്ന് ആലോചിക്കുക. അതായത് ഈ രീതിയിൽ വരയ്ക്കേണ്ടതാ. നിങ്ങൾ നോക്കിക്കേ, ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരു സ്ഫിയറാണ്. ഈ സ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലത്തെ കണ്ടീഷൻ അല്ലേന്ന് നോക്കിയേ. ഇതൊരു സ്ഫിയർ, ഓൾമോസ്റ്റ് ലൈക്ക് എ സ്ഫിയർ. കറക്റ്റായിട്ട് സ്ഫിയർ വരയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. സോ ദിസ് ഈസ് എ സ്ഫിയർ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ സ്ഫിയർ ഈ വെള്ളത്തിലോട്ട് ഇട്ടു. ഇപ്പോൾ ഈ സ്ഫിയർ ചെന്നിട്ട് കോണിൻ്റെ എഡ്ജസിൽ ഇവിടെ ഇങ്ങനെ തട്ടി. ആ തട്ടുന്ന അവസരത്തിൽ സ്ഫിയർ വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങും എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഫിയറിൻ്റെ എഡ്ജും കോണിൻ്റെ എഡ്ജും ഇങ്ങനെ താഴോട്ട് ഇറക്കുമ്പോൾ എന്തായാലും ഇവിടെ തട്ടും. ഇവിടെ ഇങ്ങനെ ബ്ലോക്കായി നിന്നു. ആ ബ്ലോക്കായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ തട്ടുന്ന സമയത്ത് സ്ഫിയർ ഈ വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങിക്കിടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ മുകളും ഈ സ്ഫിയറിൻ്റെ മുകളും കറക്റ്റ് ചേർന്നിരിക്കുന്ന രീതിയിൽ പൂർണ്ണമായും മുങ്ങിക്കിടക്കുന്നു. അതാണ് ജസ്റ്റ് ഇമേഴ്സ്ഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സോ യു മേ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇനി സ്ഫിയറിൻ്റെ റേഡിയസ്, സ്ഫിയറിൻ്റെ സെൻറ്റർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി O be the center of the sphere. ഓക്കെ, ആൻഡ് റേഡിയസ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകണം ഇനി. ഓക്കെ, radius of the sphere is nothing but the distance between the center and the outer portion. അപ്പോൾ അങ്ങനെ നമ്മൾ റേഡിയസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ റേഡിയസ് മാർക്ക് ചെയ്യാൻ നമുക്ക് ഇതൊരു റേഡിയസ് ആണ്. ഇത് റേഡിയസ് അല്ലേ? സോ ദിസ് ഈസ് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ. ഓക്കെ, റേഡിയസ് ഓഫ് ദ സ്ഫിയർ. എനി പ്രോബ്ലം? സോ ദിസ് ഈസ് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ഔട്ടർ പോർഷൻ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഈ സ്ഫിയറിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 4/3 സ്ഫിയറിൻ്റെ വോളിയം വേണം. സോ റേഡിയസ് വേണം. ആ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സിലോട്ടാണ് നമ്മൾ നീങ്ങുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഈ സ്ഫിയറിൻ്റെ ഔട്ടർ ലൈൻ ഇങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു നിങ്ങൾക്കൊരു സർക്കിളായിട്ട് എടുക്കാം അല്ലേ? സ്ഫിയറിൻ്റെ ഔട്ടർ ലൈൻ നമ്മളൊരു ഇങ്ങനെ ഡ്രോ ചെയ്യുന്നൊരു രീതിയിലോട്ട് മനസ്സിലെടുക്കുകയാണെങ്കിൽ അതൊരു സർക്കിളാണ്. ഇതൊരു സ്ഫിയറിൻ്റെ ഔട്ടർ ലൈൻ സർക്കിളായിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു ലൈൻ ആ സർക്കിളിൻ്റെ ടാൻജൻ്റായിട്ട് വരുമല്ലോ എന്ന് ആലോചിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ഫിയറിൻ്റെ ഔട്ടർ ലൈൻ ഒരു സർക്കിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ലൈൻ അതിൻ്റെ ടാൻജൻ്റാണ്. ഈ സർക്കിളിന് ടാൻജൻ്റായിട്ടാണ് ഇത് പോയേക്കുന്നത്. അതായത് റേഡിയസും ടാൻജൻറ്റും ആയിരിക്കും. അപ്പം ഇതും അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് ആൻഡ് ദ ടാൻജൻറ്റ് ഷുഡ് ബി 90 degrees. ഇൻ ദാറ്റ് വേ വി ക്യാൻ മാർക്ക് ദിസ് ആംഗിൾ ആസ് 90 degree. എനി പ്രോബ്ലം? ബിക്കോസ് ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് റേഡിയസ് ടാൻജൻറ്റ് റിലേഷൻ ഉപയോഗിച്ചിട്ട് അത് 90 degree ആണെന്ന് നമുക്ക് എടുക്കാം. ഇനി അതുപോലെ തന്നെ ലെറ്റ് ഇറ്റ് ബി സം പോയിൻറ്റ് A, ലെറ്റ് ഇറ്റ് ബി സം P, ലെറ്റ് ഇറ്റ് ബി സം B, ലെറ്റ് ഇറ്റ് ബി സം C. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ലെങ്ത് AP ആൻഡ് AB? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ സ്ഫിയറിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ്. സ്ഫിയറിൻ്റെ റേഡിയസ് ഉണ്ടെങ്കിലേ വോളിയം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ APയും ABയും എന്താണ്? ഇതൊരു സർക്കിളായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് സർക്കിളല്ല, സ്ഫിയറാണ്. സോ സ്ഫിയറിൻ്റെ ഒരു ഔട്ടർ പോർഷൻ സർക്കിൾ ഫോമിലായതുകൊണ്ട് ഇതൊരു സർക്കിളായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ APയും ABയും തമ്മിലുള്ള ബന്ധമാണ് എന്താണ്? ഈ സർക്കിളിലോട്ട് വരയ്ക്കുന്ന രണ്ട് ടാൻജൻ്റായിട്ട് APനെയും ABനെയും കൺസിഡർ ചെയ്തൂടെ? You know that if you consider a circle, you can draw two tangents from an external point. The length of that two tangents should be equal. In that way, can you say that AP and AB are the length of two tangents from an external point to this circle?
So in that way we can easily say that AP and AB are equal, and it is given that AP is nothing but the radius of the cone, no? AP is nothing but the radius of the cone, that is given as 6, then AB also should be what? 6. You may understood, no? Okay, clear? Clear. ആൻഡ് നൗ ജസ്റ്റ് സീ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ബേസിക്കലി നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമ്മൾ ഈ തന്നിരിക്കുന്ന ഇപ്പം നമ്മൾ എഴുതിയ അത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് എഴുതുന്നു. ഓക്കെ, ഐ വിൽ ഷോ യു ഹൗ ടു റൈറ്റ് ദ സ്റ്റെപ്സ്. This is the way to write steps. You can change, you can make some changes according to your wish. According to the question OB, you just see, according to the question OB represents the radius of the sphere. OB perpendicular to AC, radius is the tangent relation. Okay, AP is equal to AB, length of tangent from an external point. These all the things we identified from the figure, no? And that's why AP is equal to AB becomes 6, because length of the tangent from an external point is a circle are equal. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയോ? സ്ഫിയറിൻ്റെ റേഡിയസിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ എത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത് ശ്രദ്ധിക്കുക. ഈ ഫിഗറിലോട്ട് നിങ്ങൾ തിരിച്ചു വരിക. ഈ ഫിഗറിൽ വാട്ട് ദിസ് AC സ്റ്റാൻഡ്സ് ഫോർ? AC എനിക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ AC എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ ഫിഗറിൽ AC എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? AC എന്ന് പറഞ്ഞാൽ ഈ കോണിൻ്റെ എന്താണ്? സ്ലാൻഡ് ഹൈറ്റാണ് AC, isn't it? So we have a relation L square is equal to R square plus H square. So in that way L stands for that AC, so AC square is equal to R square. R square is nothing but radius of the cone, that is 6 square, that is 36, plus H square is nothing but the height of the cone, that is given as 8 square. So in that way we can easily calculate AC. So you do not ask me question like why we are calculating AC, because all the things we are required for to calculate the radius of the sphere, because we need radius of sphere to calculate the volume of the sphere. That's right. Okay, so AC square is equal to 36 plus 8 square is nothing but 64. 64 plus 36 is nothing but 100. So in that way we got the value of AC as 10. So we got the value of AC as what? 10. So out of that 10, total length of AC is 10. Out of that 10, this much is 6. Then what will be BC? That should be 4. Why? Because the total length we got it as 10. That implies BC should be 4, because AB is 6. No? You may understand. Okay. So that also we can write as steps. So I have represented that also in steps. You might have understood, no? Okay. Now it's our time to calculate the value of R. Shall we? Okay. So in order to calculate the value of R of sphere, what we can do is you just consider this triangle BOC. You just consider this triangle BOC. Consider the triangle BOC. See, ഇതിൻ്റെ ഈ സ്ഫിയറിൻ്റെ സെൻറ്റർ ഈ കോണിൻ്റെ ഹൈറ്റിലാണ് വരുന്നത്. അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അത് ഞാൻ കുറച്ച് വരച്ച് മാറിപ്പോയി. കോണിൻ്റെ ഹൈറ്റിൽ തന്നെയാണ്, ഈ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, അതിൽ തന്നെയാണ് സ്ഫിയറിൻ്റെ സെൻറ്റർ വരിക. കാരണം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു സ്ഫിയർ ഇറക്കുമ്പം ശരിക്കും അങ്ങനെയാണ് പ്രാക്ടിക്കലി വരിക. സ്ഫിയറിൻ്റെ സെൻറ്ററും കോണിൻ്റെ സെൻറ്ററും ഒരേ ലൈനിലായിരിക്കും, എങ്കിലേ നമുക്കത് കറക്റ്റ്. കാരണം സ്ഫിയർ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിനിറക്കുമ്പോൾ സ്ഫിയറിൻ്റെ സെൻറ്ററും കോണിൻ്റെ ഹൈറ്റും ഒരേ ലൈനിലാണ് വരിക. സോ ഇത് ഒരേ ലൈനിലാണ്. നിങ്ങൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ട്രയാങ്കിൾ BOC. കൺസിഡർ ദ ട്രയാങ്കിൾ BOC. Okay, so consider right triangle BOC. Can you call this triangle BOC as a right triangle? Of course. Why? Because we have identified that this angle is 90 degree. That's why I have called triangle BOC as right triangle. You just consider this right triangle BOC, and in that right triangle BOC we identify that this BO is nothing but R, because radius of the sphere. BO is nothing but R, radius of the sphere. And what this OC? Can anyone tell me what is this OC? The total height is 8. Let me ask you one thing. What this distance represents? If this is R, this is also will be what? R. Why? Because, can you tell me the reason? If this is R, this also will be R. Why? Because both are radius of the sphere, because a distance from center to the outer portion is known as radius. So if this is radius, this is also radius. So if this is R, this is again R. So the total length is 8. Then what will be this OC? OC is nothing but the total minus this much will give you what is OC. OC is nothing but the total length minus this one.
the total length we have, what is that? 8. അതായത് ടോട്ടൽ ഹൈറ്റ് 8 ആണ്. ആ 8ൽ നിന്ന് ഈ പോർഷൻ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ, ഈ ടോട്ടലിൽ നിന്ന് ഇത്രയും പോർഷൻ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഈ ലെങ്ത് കിട്ടും. നമുക്ക് വേണ്ടത് ഇതാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടലായിട്ടുള്ള 8ൽ നിന്ന് ഈ ഇത് 6 ആണെന്ന് മനസ്സിലായില്ലേ, 6 അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് ദിസ് ഒന്നോ. സോ ഈ ഒ സി എന്ന് പറയുന്നത് എന്താണ്? 8 - 6 ആണ്. ഇനി പ്രോബ്ലം നോ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇത് നിങ്ങൾക്ക് 6 ആണെന്ന് മനസ്സിലായി, ഇത് 8 - 6 ആണെന്ന് മനസ്സിലായി. ഇത് നേരത്തെ നമുക്ക് 4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനൊക്കെയാണ് ഈ ലെങ്ത്തും ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് എന്ന്. ഓരോന്നും അതിൻ്റേതായ ആവശ്യങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് 6 ആണെന്ന് മനസ്സിലായി. ഇത് ടോട്ടലിൽ നിന്ന് ഈ 6 അങ്ങ് സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് മനസ്സിലായി, 8 - 6. Then you just consider this right triangle and apply Pythagoras theorem. Okay, so I am going to apply Pythagoras theorem in this right triangle, and you may understood that this is a right triangle with this angle is 90 degree. So of course side opposite 90 degree, that means OC is going to be the hypotenuse. So hypotenuse square is equal to base square plus height square. Let me apply that in triangle BOC. Hypotenuse, you can by Pythagoras theorem, hypotenuse square is equal to what? Base square plus height square. Just apply Pythagoras theorem. Hypotenuse square is equal to base square plus height square. And what is hypotenuse there? And you may understood that the hypotenuse is, and from that figure it is very clear that your hypotenuse is 8 - r. Your hypotenuse is 8 - r. So hypotenuse square will be 8 - r all square. Base square is r square. Height is 4 square. You may understood, no? Okay, from that right triangle. So here you can expand by using a minus b all square. That is a square minus 2ab plus b square. So if you expand like this, you will get, you just try to expand, you will get this one, r square plus 4 square. Okay, so you can cancel this r square and r square. Now you just see this minus 16r, you can take to right side, it becomes 16r. Then 64, this 4 square to left side, it becomes minus 16. So it becomes, just see 48 is equal to 16r. You can cancel this 16 and 48, here 3 will come. We can cancel by 16. So we got the value of r as 3. So we got the value of r as 3 centimeters. So this is sphere. That means this is the radius of the sphere. Half done. So what we are supposed to calculate? We are supposed to calculate fraction of water flows out. No, fraction of water flows out. So how we can calculate the fraction of water flows out? Actually, the amount of water flows out will be equal to the volume of the sphere. Fraction of water means volume of sphere divided by volume of cone will give you the answer. How you can calculate volume of sphere? Tell me. 4/3 pi r cube. And volume of cone, very simple. What is that? 1/3 pi r square. We have mentioned r as r1 square and h. Okay, so now you just see, you can cancel this 3 and 3, pi will get cancelled. What will remain? 4r cube divided by r1 square h. No, so what? 4 into r cube. R cube is nothing but we got the value of r as 3, so it becomes 3 into 3 into 3 cube, divided by r1 square stands for the radius of the cone, that is 6. So 6 into h, 8. You can cancel. See, 3 you can cancel like this. Again you can cancel like this. Then 2 into 2, 4. That 4 and 4. What will be the answer? 3/8. So this is the answer. 3/8 of the total water will comes out. So 3/8 is the answer. I think you understood this video. I have explained this video in such a way that if you watch this video completely, everyone will get understood. Okay, so this is a very important question for your board exam. Prepare hard and write this question somewhere separately. And if you like this video, subscribe to my channel and share to your friends, and wait for the next video. Thank you.